ആലപ്പുഴയിൽ നടക്കാനിരിക്കുന്ന CPI സംസ്ഥാന സമ്മേളനത്തിന് മുൻ മന്ത്രിയും മുതിർന്ന CPI നേതാവുമായ KE ഇസ്മായിലിന് ക്ഷണമില്ല. തന്നോട് നേതൃത്വം കാണിച്ചത് അവഗണനയെന്ന് ഇസ്മായിൽ പറഞ്ഞു. എന്തുകൊണ്ട് സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നില്ലെന്ന് വ്യക്തമാക്കണം. ഇത്രകാലം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് തന്നോട് കാണിച്ചത് അനീതി തന്നെ. 1968 ശേഷം ഇസ്മായിൽ പങ്കെടുക്കാത്ത ആദ്യ സമ്മേളനമാണ് ആലപ്പുഴയിലേത്. CPI സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനത്തിന് നാളെ ആലപ്പുഴയിൽ തുടക്കമാകും. സർക്കാരിൻ്റെയും പാർട്ടിയുടെയും പ്രവർത്തനം ഇഴകീറി പരിശോധിക്കുന്ന ചർച്ചകളാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം നേതൃത്വത്തിനെതിരെയും മന്ത്രിമാർക്കും വകുപ്പുകൾക്കുമെതിരെയും കടന്നാക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള സമവായ ചർച്ചകൾ സംസ്ഥാന സെക്രട്ടറി ഇടപെട്ട് നടത്തുന്നുമുണ്ട്. മുന്നണി സംവിധാനത്തിൽ പാർട്ടിയുടെ പ്രകടനവും പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഇടപെടലും സംബന്ധിച്ച വലിയ പരാതികൾ നിലനിൽക്കെയാണ് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുന്നത്. മന്ത്രിമാർക്കും വകുപ്പുകൾക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനം ജില്ലാ സമ്മേളനങ്ങളിലും ഉണ്ടായിരുന്നു. ഇതെല്ലാം പ്രതിഫലിക്കുന്നതാകും പ്രതിനിധി സമ്മേളന ചർച്ചകൾ. ഇടതുമുന്നണിയിലെ തിരുത്തൽ ശക്തിയെന്ന് സ്വയം പറയുമ്പോഴും ഇടപെടൽ നേർ വിപരീതമെന്ന വിമർശനമാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ പാർട്ടിയിൽ തന്നെ വലിയൊരു വിഭാഗത്തിന് ഉള്ളത്. കാനത്തിൻ്റെ പിൻഗാമി എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തെത്തിയ ബിനോയ് വിശ്വം മാറണമെന്ന് അഭിപ്രായമുള്ളവർ പാർട്ടിക്കകത്ത് ഉണ്ടെങ്കിലും മത്സരത്തിലേക്കോ കടുത്ത വിഭാഗീയതയിലേക്കോ കാര്യങ്ങൾ കടക്കാൻ ഇടയില്ല. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ അടക്കം വിലയിരുത്തപ്പെടുന്ന സമ്മേളനത്തിൽ വലിയ വിമർശനം നേതൃത്വത്തിനും മന്ത്രിമാർക്കും എതിരായത് ഒഴിവാക്കാനുള്ള ചില സമവായ ചർച്ചകളും നടക്കുന്നുണ്ട്. വിമർശനം ഉയരാൻ സാധ്യത മുന്നിൽ കണ്ട് നേതാക്കളുമായി വ്യക്തിപരമായ കൂടിക്കാഴ്ചകളും ബിനോയ് വിശ്വം നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. രണ്ടാം തുടർഭരണം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിൻ്റെ മുൻഗണനാക്രമത്തിൽ വരുത്തേണ്ട മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.